Hello all, welcome to Teacher at Home. Today class we are going to learn the 9th chapter, that is the paths of heat's flow. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാമത്തെ ചാപ്റ്റർ ആണ്. Okay, so we can start. What is it is hearing? The temperature recording during a day in some cities telecast in the news have been given here. അപ്പോൾ എന്താണ് ടെമ്പറേച്ചറിന്റെ ടെലികാസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ മാക്സിമം മിനിമം ആണ് ഓരോ സംസ്ഥാനത്തെ മാക്സിമം മിനിമം ജില്ലയിലത്തെയും കാണിക്കുന്നത്. ഓക്കെ, സിറ്റി തിരുവനന്തപുരം, കൊച്ചി, പാലക്കാട്, കോഴിക്കോട്. അപ്പൊ ഇത്രയുമാണ് ജില്ലകൾ എടുത്തിരിക്കുന്നത് അല്ലെ. മാക്സിമം ടെമ്പറേച്ചർ ഡിസ്ട്രിക്ട് ടേക്കൺ. സോ മാക്സിമം ടെമ്പറേച്ചർ തിരുവനന്തപുരം is 26 degrees Celsius, minimum 22 degrees Celsius. കൊച്ചി maximum 26, minimum 23. പാലക്കാട് 28, minimum 23. കോഴിക്കോട് 26, minimum 22. The temperature recording during a day in some cities telecast in the news have been given. Which cities recorded the lowest temperature? അപ്പോൾ ഏത് സിറ്റിക്കാണ് lowest temperature? തിരുവനന്തപുരം and കോഴിക്കോട് recorded the minimum temperature. At what time must have the lowest temperature been recorded? ഏത് സമയത്താവുമല്ലേ അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവുക? You know that light and electricity are the forms of energy. അല്ലേ, എനർജിയുടെ രണ്ട് ഫോമാണ് ഏത്, ലൈറ്റും ഇലക്ട്രിസിറ്റിയും. Similarly, the heat is also a form of energy. അപ്പോൾ എനർജിയുടെ മൂന്ന് തരം ഏതൊക്കെയാണ്? ലൈറ്റ്, ഹീറ്റ് ആൻഡ് ഓൾസോ പിന്നെ വേറെ ഏതൊക്കെയാണ്? ഹീറ്റും. ലൈറ്റ്, ഇലക്ട്രിസിറ്റി ആൻഡ് ഹീറ്റ്. Is it during day or night that you feel hotter? നമ്മൾ എപ്പോഴാണ് അധികം ചൂട് അനുഭവപ്പെടുന്നത്? രാത്രിയാണോ പകലാണോ? എന്തുകൊണ്ടാണ്? We get heat along with light from the sun. അല്ലേ, നമുക്ക് സൂര്യനിൽ നിന്ന് എന്തൊക്കെ കിട്ടും? ചൂടും പ്രകാശവും കിട്ടും. The sun is a source of heat just as is the source of light. സൂര്യൻ ചൂട് തരുന്നതിനോടൊപ്പം എന്തും തരും? പ്രകാശവും തരും. There are many situations in our life where we make use of heat. What are they? നമ്മുടെ ജീവിതത്തിൽ പല സിറ്റുവേഷൻ ഉണ്ട് അല്ലെ, നമ്മൾ ചൂട് ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാ അത്? കുക്കിംഗ്, അയൺ, ഡ്രൈയിങ് ആർട്ടിക്കിൾസ് ആൻഡ് മെൽറ്റിംഗ് മെറ്റൽസ്. അല്ലെ, ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് വിറകിൽ നിന്ന ചൂട്, അയൺ ചെയ്യുന്ന സമയത്ത് എന്താ ഇലക്ട്രിസിറ്റിയുടെ ചൂട്, ഡ്രൈയിങ് ആർട്ടിക്കിൾസ് ആകുമ്പോൾ സണ്ണിന്റെ ചൂട്, പിന്നെ മെൽറ്റിംഗ് മെറ്റൽസ്. ഇതൊക്കെയാണ് പലതരത്തിലുള്ളത്. വൈൽ ഹീറ്റിംഗ്, introduce a steel spoon with a water to the flame of a spirit lamp. അപ്പൊ നമ്മൾ ഒരു സ്പൂണിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അത് ചൂടാക്കിയാണ്. അപ്പൊ does the water get heated? വെള്ളം ചൂടാവില്ലേ? Does the spoon get heated? സ്പൂണും ചൂടാവില്ലേ? Didn't the spoon receive heat from the flame of the spirit lamp? അപ്പൊ സ്പൂണ് എവിടെ നിന്നാണ് ചൂട് ലഭിക്കുന്നത് സ്പൂണിന്? Where did water get heat from? വെള്ളത്തിന് എവിടെ നിന്നാണ് ചൂട് ലഭിക്കുക? സ്പിരിറ്റ് ലാമ്പ് ഫ്ലെയിം. സ്പിരിറ്റ് ലാമ്പ് ഫ്ലെയിം ഹീറ്റ് ചെയ്യുമ്പോൾ എന്താ, ആ ഹീറ്റ് നേരെ സ്പൂണിലേക്ക് ചെല്ലും. അതിനുശേഷം പിന്നീട് ആ ഹീറ്റ് നേരെ എവിടേക്കാ ചെല്ലുക? വെള്ളത്തിലേക്കാണ് ചെല്ലുക. The flow of heat from one place to another. അതായത് ഹീറ്റ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തിലേക്ക് പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ട്രാൻസ്മിഷൻ എന്ന് പറയുക. Try these activities. Folded a long piece of paper thick, burn it in a candle flame, show an iron rod to a candle flame. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു പേപ്പർ ചുരുട്ടിയിട്ട് അത് കത്തിക്കുകയാണ് അല്ലെ. വേറെ ഒരു സ്ഥലത്തോ ഒരു മെറ്റൽ വന്നിട്ട് തീയില് മെഴുകുതിരി കാണിച്ചിട്ടുണ്ട്, അതിൽ കത്തിക്കുകയാണ്. അപ്പൊ ഇതിൽ ഏതിലാണ് എളുപ്പം തീ പകരുക? കടലാസിലേക്കാണ് എളുപ്പത്തിൽ തീ പകരുക അല്ലെ. Do you experience heat? That is, the folded paper will experience the heat fastly. Repeat the experiment using an aluminium rod, a piece of wood, a copper rod, a rib of coconut leaf, etc. What are the materials? Which are the materials that allow heat to pass through? അപ്പോൾ നമ്മൾ അടുത്തത് എടുക്കുന്നത് എന്താണ്? അലുമിനിയം റോഡ്, പിന്നെ മരം, കോപ്പർ വയർ, കോപ്പർ റോഡ്, പിന്നെ ഒരു കോക്കനറ്റ് അല്ലെ, റിബ് ഓഫ് കോക്കനട്ട് ലീഫ്, തെങ്ങോല. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ഹീറ്റ് ട്രാൻസ്മിഷൻ, ഡിഫറെന്റ് മോഡ്സ്. ഹീറ്റ് ഇതിലൂടെയൊക്കെ എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫിക്സ് പിൻസ് ഓൺ ദ ഹാക്സോ ബ്ലേഡ് അറ്റ് ഈക്വൽ ഡിസ്റ്റൻസ് യൂസിങ് വാക്സ്. അപ്പൊ ഒരു ഹാക്സോ ബ്ലേഡിൽ ഈക്വൽ ഡിസ്റ്റൻസിൽ നമ്മൾ എന്ത് ചെയ്യും? 3 സൂചി അല്ലെ, സൂചി പിൻ, 3 വാട്ട് പിൻസ് ഫിക്സ് ചെയ്യും അല്ലെ. എന്തുപയോഗിച്ചിട്ട്? വാക്സ് ഉപയോഗിച്ച് ഫിക്സ് ചെയ്യും. ഹീറ്റ് വൺ എൻഡ് ഓഫ് ദ ബ്ലേഡ് യൂസിങ് എ കാൻഡിൽ ഫ്ലെയിം. എന്നിട്ട് നമ്മൾ ഒരു ഭാഗത്തേക്ക് എന്ത് ചെയ്യും? തീ കത്തിക്കുകയാണ് അല്ലെ, ചൂട് ഏൽപ്പിക്കുകയാണ്. ഡിഡ് ദ പിൻസ് ഫോൾ ഡൗൺ സൈമൾട്ടേനിയസ്ലി? പിന്നെ എല്ലാം ഒരുമിച്ച് ഫോൾ ചെയ്യോ? വിച്ച് പിൻ ഫോൾഡസ് അല്ലെ, എല്ലാം ഒരുമിച്ച് ഫോൾ ചെയ്യില്ല, ചൂട് മെല്ലെ മെല്ലയെ പാസ് ചെയ്യുള്ളൂ. അപ്പൊ ആദ്യത്തെ വാക്സ് ആയതുകൊണ്ട് പെട്ടെന്ന് അത് മെൽറ്റ് ചെയ്യും. അപ്പൊ ചൂട് ആദ്യത്തേല് ഫസ്റ്റ് പിൻ, സെക്കൻഡ് പിൻ, തേർഡ് പിൻ, അങ്ങനെ മാത്രമേ അത് വീഴുള്ളൂ. Which pin fall last? Last one. Conduction. You know that all substances are made up of molecules. That is, the tiniest particle of a tiniest particle ഏതാ? മോളിക്യൂൾ ആണ്.
അപ്പൊ എല്ലാ സബ്സ്റ്റൻസസും എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണ്? മോളിക്യൂൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. മോളിക്യൂൾ ഇൻ സോളിഡ്സ് ആർ ക്ലോസ്ലി പാക്ഡ്. ഇൻ സോളിഡിലാണെങ്കിലോ, സോളിഡിൽ സ്പേസ് ഇല്ല അല്ലെ. അപ്പൊ മോളിക്യൂൾസ് ഒക്കെ എന്താണ്? തിക്കായിട്ട് പാക്ക് ചെയ്താണ്. അപ്പൊ അതിന് ഇടയിലൊന്നും സ്പേസ് ഇല്ല. വൺ എൻഡ് ഓഫ് എ ഹോട്ട് സ്റ്റോക്ക് ഇസ് ബ്ലേഡ്. അപ്പൊ ഒരു സൈഡ് ആക്സോബ്ലേഡ് ഹീറ്റ് ചെയ്തപ്പോൾ എന്താവും? മോളിക്യൂൾസ് അത് അതർ ആൻഡ് റിസീവ് ഹീറ്റ് ആൻഡ് ട്രാൻസ്ഫർ ദ ഹീറ്റ് ഇൻ ടു നൈബറിംഗ് മോളിക്യൂൾസ്. അപ്പോൾ ഒരു സൈഡ് ഹീറ്റ് ചെയ്തപ്പോൾ അത് വേഗം മറ്റേ സൈഡിലേക്ക് പാസ് ചെയ്യും. നോ ആക്ച്വൽ ചേഞ്ച് ഇൻ ദ പൊസിഷൻ ഓഫ് ദ മോളിക്യൂൾസ് അല്ലെ. മോളിക്യൂൾസിൽ ഒരു ചേഞ്ച് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ദിസ് മെത്തേഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് ഇറ്റ് ഈസ് കോൾഡ് കണ്ടക്ഷൻ. ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് ഹീറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യണതിനെയാണ് എന്ത് പറയുക? കണ്ടക്ഷൻ എന്ന് പറയുക. ഓക്കെ, ഒബ്സർവ് ദ ഫിഗർ. The pins fell down one by one when the heat was conducted from the heated end of the hacksaw blade to the other end. അല്ലെ, ഒരു ഭാഗത്ത് നിന്ന് മറ്റേ ഭാഗത്തേക്ക് ഹീറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് എന്ത് പിന്ന് താഴേക്ക് വീഴുന്നത്. The substance that conduct heat very well are called. നല്ലവണ്ണം ഹീറ്റ് കണ്ടക്ട് ചെയ്യണതിനെ നമ്മൾ എന്ത് കണ്ടക്ടേഴ്സ് എന്ന് പറയും. മറ്റേതിനാണെങ്കിലോ poor conductors എന്ന് പറയും. Heat some materials known to you and classify them into poor conductors and good conductors. The handle of the pressure cooker and non-stick vessels are made അല്ലെ, മെയ്ഡ് ലൈക്ക് ബാക്ക്ലൈറ്റ്. ക്യാൻ യു എക്സ്പ്ലെയിൻ വൈ? എന്തുകൊണ്ടാ അല്ലെ? എളുപ്പമാണ്. എന്താണ്? ചൂട് അതിലേക്ക് നമ്മുടെ കയ്യിലേക്ക് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിന്റെ ഹാൻഡിലൊക്കെ എന്ത് ബേക്ക് ലൈറ്റ്. ഇറ്റ്സ് എ പോർ കണ്ടക്ടർ ഓഫ് ഹീറ്റ്. Examine the handle of the household articles like the electric fan, electric iron, frying pan, etc. Do you find any such peculiarities? അപ്പൊ ഈ അയൺ ബോക്സിന്റെ മുകളിലും പിന്നെന്തിന്റെയാ ഫ്രൈങ് പാനിന്റെ ഒക്കെ മുകളിലൊക്കെ എന്താണ് നമ്മൾ ക്യാച്ച് ചെയ്യുന്ന സ്ഥലത്തൊക്കെ കണ്ടക്ടേഴ്സ് അല്ലെ, ഹീറ്റ് കണ്ടക്ട് ചെയ്യാത്ത മെറ്റീരിയൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഡു ഓൾ കണ്ടക്ടേഴ്സ് കണ്ടക്ട് ഹീറ്റ് അറ്റ് ദ സെയിം ടൈം? എല്ലാ കണ്ടക്ടേഴ്സും ഒരേ സമയത്താണോ കണ്ടക്ട് ഹീറ്റ് ചെയ്യണ? അല്ല അല്ലെ, ദേ വിൽ ബി ഡിഫറെന്റ്. ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് ഇൻ മെറ്റൽസ്. മെറ്റൽസിൽ എങ്ങനെയാണ്, ഇരുമ്പിൽ എങ്ങനെയാണ് ഹീറ്റ് കണ്ടക്ട് ചെയ്യണതിനെ കുറിച്ചാണ് പറയുന്നത്. Take 3 metal rods made up of copper, iron and aluminum of same length and thickness. Arrange them on a wooden block. അപ്പൊ നമ്മൾ എന്തൊക്കെയാ എടുത്തത്? അലുമിനിയം എടുത്തു, കോപ്പർ എടുത്തു, ചെമ്പെടുത്തു, പിന്നെ എന്താണ്? ഇരുമ്പെടുത്തു അല്ലെ. എന്നിട്ട് അത് മരക്കട്ടയുടെ മേലെ വെച്ചിരിക്കുകയാണ്. ഈക്വൽ ഡിസ്റ്റൻസിലാണ് വെച്ചിരിക്കുന്നത്. അതിന്റെ താഴെ എന്താണുള്ളത്? ഒരു സ്പിരിറ്റ് ലാമ്പ് കത്തിച്ചു വെച്ചിട്ടുണ്ട്. ഇൻസ്റ്റെഡ് ഓഫ് റോഡ്സ് വി ക്യാൻ യൂസ് ഷീറ്റ്സ് അല്ലെ. ചരടില്ല, നമുക്ക് മറ്റേ എന്താണ് ഷീറ്റ്സ്, ഇതിന്റെ പലക വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഏതാ? ഈ അലുമിനിയത്തിന്റെയും അയണിന്റെയും പിന്നെന്താ നമ്മൾ യൂസ് ചെയ്ത് കോപ്പറും. ഫിക്സ് എ പിൻ യൂസിങ് വാക്സ് അറ്റ് വൺ എൻഡ്. ഒരു ഭാഗത്തേക്ക് അല്ലേ, ഈ 3 റോഡിലും നമ്മൾ എന്താ ഫിക്സ് ചെയ്തിരിക്കണേ? വാക്സ് മെഴുക് പുരട്ടിയിട്ട് ഓരോ മുട്ടുസൂചി വീതം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹീറ്റ് വിത്ത് എ സ്പിരിറ്റ് ലാമ്പ് ദ പോയിന്റ് വേർ ദ റോഡ്സ് meet in such a way they receive equal quantity of heat. അപ്പൊ ഈ ചിത്രത്തിൽ ഒന്ന് നോക്കിയേ, ഇതിലെന്താ കാണുന്നത്? ഈക്വൽ ഡിസ്റ്റൻസിൽ അതിനെ നമ്മൾ വെച്ചിട്ടുണ്ട്, എന്നിട്ട് ചൂടാക്കുന്നു. അപ്പൊ ആദ്യം ഏതിലേക്കാണ് ചൂട് പാസ് ചെയ്ത് ഓരോ പിന്ന് വീതം വീഴുന്നതെന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യണം. അപ്പൊ ചൂട് ഏതിലേക്ക് ഫസ്റ്റിൽ റിസീവ് ചെയ്യണമെന്ന് മനസ്സിലാക്കാലോ. ഡു ഓൾ ദ പിൻ ഫാൾസ് ഡൗൺ അറ്റ് ദ സെയിം ടൈം? നോ, നോട്ട് അറ്റ് ഓൾ. ഫ്രം വേർ ദ മെറ്റൽ ഡിഡ് ദ പിൻ ഫാൾ ഫസ്റ്റ്? പിന്നെ ഏതിലേക്കാണ്? അലുമിനിയത്തിൽ അല്ലെ. All good conductors do not transmit heat at the same time. ലാസ്റ്റ് മാത്രമാണ് ഇരുമ്പ് അല്ലെ. ഇരുമ്പിൽ ചൂട് കിട്ടണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. Write down the metals iron and copper in the order of the rating of heat conducting. That is, it is most probably the aluminum, copper and iron. Transmission of heat in liquids. You have understood about heat transfer in solids. Let us see how heat is transferred in liquids. Fill 3/4 of a round bottom flask with water. Take a few crystals of potassium permanganate in aluminum foil and pack it firmly. Make a hole in it with a pin and keep it immersed in water. Heat the flask using a spirit lamp. Observe the changes inside the flask. To which side does the water containing dissolved potassium permanganate move on heating? Subsequently, in which direction does the water move? അതായത് നമ്മളിവിടെ എന്താ ചെയ്തിരിക്കണം? ഒരു ഫ്ലാസ്ക് എടുത്തിട്ടുണ്ട്, അതിലേക്ക് 3/4 ഭാഗം വെള്ളം നിറച്ചിട്ടുണ്ട്, അതിന്റെ ചോട്ടിൽ ഒരു സ്പിരിറ്റ് ലാമ്പ് കത്തിച്ചു വെച്ചിട്ടുണ്ട് അല്ലെ. ആ വെള്ളത്തിന്റെ ഉള്ളിൽ നമ്മൾ എന്താണ് പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ഒരു ഇതിൽ എടുത്തിട്ട് അതിലൊരു ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അത് മെല്ലെ ഹീറ്റ് ആകും തോറും എന്താണ് അത് വെള്ളത്തിലേക്ക് ഡിസോൾവ് ആവും. അപ്പൊ ഏത് ഡയറക്ഷനിലേക്കാണ്? ആ ചൂടിന്റെ അടുത്തേക്കാണ് ഈ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് മൂവ് ചെയ്യുക. ലയിക്കുന്നതോടുകൂടി അത് വെള്ളത്തിൽ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്യും അല്ലെ. On heating, water get heated and rises upwards and cooled down to that place. It's clear that heat takes place in water due to the movement of the heated water molecules അല്ലെ. ഹീറ്റ് ട്രാൻസ്ഫർ എങ്ങനെയാണ് നടക്കുന്നത്? ഏതിന്റെ മൂവ്മെന്റ് ആണ്? വാട്ടർ മോളിക്യൂൾസ്, ചൂടായ വാട്ടർ മോളിക്യൂൾസിന്റെ മൂവ്മെന്റ് അനുസരിച്ചാണ് വെള്ളത്തിന്റെ മൂവ്മെന്റ് നടക്കുന്നത്, ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. കൺവെക്ഷൻ,
Convention is the process by which heat transfers take place by the actual movement of molecules. അല്ലെ മോളിക്യൂൾസിന്റെ മൂവ്മെന്റിലൂടെയാണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, കൺവെക്ഷൻ എന്ന് പറയുന്നത്. How does heat transfer take place in gas? ഗ്യാസിൽ എങ്ങനെയാണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുക? Path of smoke, material required, shuttlecock container. എന്തൊക്കെയാണ് ആവശ്യമായുള്ളത്? ഷട്ടിൽകോക്ക് കണ്ടെയ്നർ ആവശ്യമുണ്ട്. പിന്നെ ഇൻസെൻസ് സ്റ്റിക്ക് ആൻഡ് കാൻഡിൽ, ഇൻസെൻസ് സ്റ്റിക്കും കാൻഡിലും. ഓപ്പൺ ദ ഷട്ടിൽകോക്ക് കണ്ടെയ്നർ ഇൻ ബോത്ത് എൻഡ്. അല്ലെ ഷട്ടിൽകോക്ക് കണ്ടെയ്നറിനെ നമ്മൾ എന്ത് ചെയ്യും, രണ്ട് സൈഡും ആയിട്ട് ബോത്ത് എൻഡ്, രണ്ട് കണ്ടെയ്നർ ആണ് കേട്ടോ. അപ്പൊ ഷട്ടിൽകോക്ക് വെക്കുന്ന കണ്ടെയ്നർ ഇല്ലേ, അത് രണ്ട് ഭാഗത്തും ഓപ്പൺ ആക്കുക. പിന്നെന്താണ്, മേക്ക് എ സ്മോൾ പെൻസിൽ തിക്ക് ഹോൾ അറ്റ് എ ഹൈറ്റ് ഓഫ് 8 cm ഓൺ വൺ സൈഡ്. ഒരു സൈഡിൽ ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കും. അതിന്റെ ഉള്ളിലേക്ക് ഫിക്സ് എ ലൈറ്റഡ് ഹാൻഡിൽ ഓൺ ദ ടേബിൾ. ടേബിളിൽ നമ്മൾ എന്താ വെച്ചിരിക്കണേ, ലൈറ്റഡ് കാൻഡിൽ അല്ലേ, ഒരു മെഴുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ട്. പ്ലേസ് ദ കണ്ടെയ്നർ ഇൻ സച്ച് എ വേ ദ കാൻഡിൽ ഇൻസൈഡ് ദ. ഈ കണ്ടെയ്നർ എങ്ങനെ വെക്കുക, ക്യാൻഡില് ഉള്ളിൽ വരത്തക്ക രീതിയിൽ വെക്കണം. The hole pierced in the container should be toward the bottom of the container. അപ്പോൾ താഴെയാണ് ഈ ഹോള് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, തീന്റെ അടുത്തേക്കായിട്ട് താഴെയാണ് ഹോള്. Bring a glowing stick, Indian stick near the hole on one side. ഒരു സൈഡിലേക്ക് നമ്മൾ എന്താ കൊണ്ടുവരിക, ചന്ദനത്തിൽ കത്തിച്ച് വെച്ചത് കൊണ്ടുവരും. Observe the direction of the flow of smoke. എന്നിട്ട് അതിന്റെ മൂവ്മെന്റ് വാച്ച് ചെയ്യും അല്ലെ, ഡയറക്ഷൻ ഏത് ഭാഗത്തേക്കാണെന്ന് വാച്ച് ചെയ്യും. In which direction does smoke from the incense stick flow? ഏത് ഡയറക്ഷനിലേക്ക് അത് ഫ്ലോ ചെയ്യുക? Place your palm at the top of the container. അപ്പൊ നമ്മുടെ കൈ മുകളിലേക്ക് വെച്ചാൽ നമ്മൾ എന്താണ്, ചൂട് അനുഭവപ്പെടും അല്ലെ. What do you understand from this? ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കിയത്? When the air inside the container get heated, അല്ലെ, വായു ചൂടാവുമ്പോ it move upwards, മുകളിലേക്ക് പോകും. Cool air flows to the part through the hole. തണുത്തതാണെങ്കിലോ, തണുത്തത് എവിടേക്ക് പാസ് ചെയ്യും, ഹോളിന്റെ ഉള്ളിലേക്ക് പാസ് ചെയ്യും. Along with this, smoke from the incense stick also enters. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ എന്താണ്, ചന്ദനത്തിരിയിൽ നിന്നുള്ള പുകയും അതിന്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യും. As in the case of liquid, here to heat is transferred. ലിക്വിഡിനെ പോലെ തന്നെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും അല്ലെ, from one place to another, actual movement of particles. It is mainly by convention that heat transfer take place. അപ്പൊ കൺവെൻഷനിലൂടെയാണ് ഹീറ്റ് ട്രാൻസ്ഫർ ഏതിൽ ഉണ്ടാകുക, ലിക്വിഡിലും ഗ്യാസസിലും. From the sun, haven't you understood that a medium is required? അല്ലെ, ഒരു മാധ്യമം ആവശ്യമാണ്. എന്തിന്, ചൂട് പാസ് ചെയ്യാൻ. ബൈ കൺവെൻഷനും കൺവെക്ഷനിലും, കൺവെക്ഷനിലും. At the same time, the heat from the sun reaches the earth through the space. ചൂട്, സൂര്യനിൽ നിന്ന് ചൂട് ഭൂമിയിലേക്ക് എത്തും അല്ലെ. Even there is no medium. ഒരു മാധ്യമം ഇല്ലെങ്കിലും നമുക്ക് എന്താണ്, ചൂട് നമ്മൾ നേരിട്ട് അനുഭവിക്കാറുണ്ട്. അതറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുക. എന്താ അത്, if heat should reach us by conduction, there should be a good conductor between oven and us അല്ലെ. അപ്പോൾ നമ്മൾ അടുപ്പ് കത്തിക്കുമ്പോൾ നമ്മുടെ അടുത്ത് മാധ്യമം ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ആ ചൂട് അനുഭവപ്പെടാറുണ്ട്. When the firewood burns, the heated air moves only up അല്ലെ. നമ്മൾ കത്തിക്കുന്ന സമയത്ത് എന്താണ്, ചൂട് മുകളിലേക്കാണ് പോണത്, എന്നാലും നമുക്ക് ചൂട് അനുഭവപ്പെടാറുണ്ട്. This means it is neither by convention that the heat reaches us, still we experience heat. This shows that heat transfer is possible without the presence of a medium. അതായത് കൺവെക്ഷൻ വഴിയല്ല, മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസോ ഒന്നും അല്ല, പിന്നെന്താണ്, ഒരു മീഡിയവും ഇല്ല, പിന്നെ എങ്ങനെയാ, it is through radiation. Radiation is the method of heat transmission. മീഡിയത്തിന്റെ സഹായമില്ലാതെ ഹീറ്റ് ട്രാൻസ്മിഷൻ ടേക്ക് പ്ലേസ് ചെയ്യണമെങ്കിൽ അവിടെ സംഭവിച്ചിട്ടുള്ളത് റേഡിയേഷൻ ആണ്. Heat transfer is possible. Radiation. Osmosis of a reflex radiant heat. Look at certain instances where heat is transferred by radiation. Heat reaching down from a glowing electric bulb. അപ്പോൾ ഹീറ്റ്, ചൂട് എവിടെ നിന്നാണ്, റീച്ചിങ് ഡൗൺ ഫ്രം എ ഗ്ലോയിങ് ഇലക്ട്രിക് ബൾബിൽ നിന്നാണ് താഴേക്ക് എത്തുന്നത്. പിന്നെ മുട്ട വിരിയിപ്പിക്കാനൊക്കെ നമ്മൾ ഒരു ബൾബ് കത്തിച്ച് വെച്ചിട്ട് കാണാറില്ലേ. We experience heat while basking near the fireplace. Let us consolidate as follows the ideas related to heat transfer that we have gathered. Conduction, convention and radiation. Conduction പറയുമ്പോൾ എന്താ, മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ അല്ലെ, ഒരു മെറ്റീരിയൽ നിന്ന് മറ്റു മെറ്റീരിയലിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാണ്. വിത്തൗട്ട് ദ ആക്ച്വൽ മൂവ്മെന്റ്, മോളിക്യൂൾസിന്റെ മൂവ്മെന്റ് ഒന്നും ഇതിൽ നടക്കണില്ല, വെറും ഹീറ്റ് ട്രാൻസ്ഫർ മാത്രമേ നടക്കുന്നുള്ളൂ. അതിനെയാണ് കണ്ടക്ഷൻ എന്ന് പറയാ. പിന്നെന്താണ്, കൺവെൻഷൻ ആണെങ്കിലോ ലിക്വിഡും ഗ്യാസസിലും നടക്കുന്നതാണ്, അപ്പോൾ മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ് നടക്കുന്നുണ്ട് അല്ലെ. റേഡിയേഷനിലാണെങ്കിൽ ഒരു മീഡിയ ഇല്ലാതെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുകയാണ്. From one place to another without losing heat. A steel glass containing hot tea is kept open on table. Wouldn't the tea become cold after some time? What are the ways in which the tea loses heat? Which mode of heat transfer is controlled when the glass is covered with a paper? അല്ലേ, ഒരു ഗ്ലാസ്സിൽ നമ്മൾ ചൂട് ചായ വെച്ചിട്ട് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ എന്താവും, അത് തണുക്കും. അപ്പൊ ഈ ചൂട് എങ്ങടാ പോയിട്ടുണ്ടാവുക, എന്തുകൊണ്ടാണ് അത് ചൂട് നഷ്ടമാണെന്ന്, അതൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോണത്. ഹോട്ട് ഫുഡ് ബിക്കംസ് കോൾഡ് ആഫ്റ്റർ സം ടൈം അല്ലെ. ചൂടായ ഭക്ഷണം കുറച്ച് സമയം കഴിയുമ്പോഴേക്കും
അത് തണുത്തു പോവുകയാണ്. Food can be kept hot for a long time if you minimize heat up. Transfer by conduction, convection and radiation. അപ്പോൾ എന്താണ് ഫുഡ് നമുക്ക് കുറച്ച് നേരം കൂടി ചൂടാക്കി വെക്കാൻ പറ്റും. എന്താണ് ഹീറ്റ് ട്രാൻസ്ഫർ, ചൂട് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാതിരിക്കണം? ബൈ കണ്ടക്ഷൻ, കൺവെൻഷൻ ആൻഡ് ഓൾസോ ബൈ റേഡിയേഷൻ. വാട്ട് ആർ ദ ഡിവൈസസ് വി യൂസ് ഫോർ ദിസ്? എന്തൊക്കെ എക്യുപ്മെന്റ്സ് ആണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണത്? ദ ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ് സ്റ്റോർഡ് ഇൻ സച്ച് ഡിവൈസസ് റിമെയിൻ ഹോട്ട് ഫോർ എ ലോങ് ടൈം. ഇതുപോലത്തെ എക്യുപ്മെന്റ്സിലൊക്കെ നമ്മൾ ഫുഡ് പ്രിസർവ് ചെയ്യുകയാണെങ്കിൽ അത് കുറേ നേരത്തേക്ക് ആ ചൂട് നിലനിർത്തും. എക്സാമിൻ ദ അറേഞ്ച്മെന്റ്സ് ഇൻ കാസറോൾ, തെർമൽ കുക്കർ എക്സെട്ര. അപ്പൊ അതിന്റെ ഒരു ഇന്റീരിയർ നോക്കുക. ഇറ്റ് കണ്ടെയ്ൻസ് തെർമോ ഫ്ലാസ്കിന്റെ ഇന്റീരിയർ എന്താ? ഗ്ലാസ് വെസലും ലിഡും ഉണ്ട്. പിന്നെ വാക്വം ബിറ്റ്വീൻ ഡബിൾ വാൾസ് അല്ലെ, ഡബിൾ വാൾസിൽ വാക്വം ആയി കിടക്കുന്നു. ഇന്നർ വാൾസ് കോട്ടഡ് വിത്ത് സിൽവർ സോൾട്സ്. തെർമൽ എക്സ്പാൻഷൻ ഇൻ സോളിഡ്സ്. വാട്ട് ആർ ദ ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻ വെൻ എ സോളിഡ് ഈസ് ഹീറ്റഡ് അല്ലെ? ഒരു ഖരപദാർത്ഥം ചൂടാക്കുമ്പോൾ എന്താ സംഭവിക്കാറ്? ലെറ്റ് us do an experiment. Cut off the middle portion of a cardboard sheet. ഒരു കാർഡ്ബോർഡ് ഷീറ്റിന്റെ നടുവിലത്തെ ഭാഗം മുറിച്ച് കളയുക. ഫിക്സ് 2 അലുമിനിയം പ്ലേറ്റ്സ് യൂസിങ് സൈക്കിൾ സ്ക്രൂസ് ഓൺ ദ കാർഡ്ബോർഡ് ഷീറ്റ് ആസ് ഷോൺ. എന്നിട്ട് എന്ത് ചെയ്യുക? 2 അലുമിനിയം പ്ലേറ്റ് അതിൽ യൂസിങ് സൈക്കിൾ സ്ക്രൂ ഉപയോഗിച്ച് 2 അലുമിനിയം പ്ലേറ്റ് അതിൽ ഫിക്സ് ചെയ്യുക. കണക്ട് ദ പ്ലേറ്റ്. എന്നിട്ട് എന്തിലേക്ക് അത് കണക്ട് ചെയ്യണം? ബാറ്ററിയിലേക്കും ബൾബിലേക്കും ഒരു വയർ ഉപയോഗിച്ച് അത് കണക്ട് ചെയ്യണം. ഹീറ്റ് ദ അലുമിനിയം പ്ലേറ്റ് യൂസിങ് എ ലൈറ്റഡ് ഹാൻഡിൽ. അതിനുശേഷം അതൊന്ന് ചൂടാക്കണം. വാട്ട് യു ഒബ്സർവ്? നിങ്ങൾ എന്താ ഇതിൽ നിരീക്ഷിക്കുക? വാട്ട് ഈസ് ദ ബൾബ് ഗ്ലോ? ബൾബ് ഗ്ലോ എങ്ങനെയാ ഗ്ലോ ചെയ്യണത്? വൈ ഡു ദ ഷീറ്റ്സ് കം ഇൻ ടു കോണ്ടാക്ട് വിത്ത് ഈച്ച് അതർ ഓൺ ഹീറ്റിംഗ്? എന്തുകൊണ്ടാണ് ഈ ഷീറ്റ് രണ്ടും അടുക്കണത്? അതായത് ചൂടാക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത് തമ്മിൽ അടുക്കണത്? അലുമിനിയം ഷീറ്റ് ഗെറ്റ് ഹീറ്റഡ് അപ്പ് ആൻഡ് എക്സ്പാൻഡ് അല്ലെ? അലുമിനിയം ഷീറ്റ് ചൂടാകുമ്പോൾ എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യും, വീർക്കും. ദ സർക്യൂട്ട് ഈസ് കംപ്ലീറ്റ് ആൻഡ് ദ ബൾബ് ഗ്ലോസ്. സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എന്താവും? ബൾബ് കത്താൻ തുടങ്ങും. Put out the flame and allow the sheet to cool. എന്നിട്ട് തീ അണച്ച ശേഷം എന്ത് ചെയ്യണം? ഇത് തണുക്കാൻ വിടുക. What do you observe? എന്താണ് നമ്മൾ why does the bulb stop glowing? Solid expand on heating അല്ലെ? സോളിഡ് എന്ത് ചെയ്യും? ചൂടാകുമ്പോൾ വികസിക്കും, തണുക്കുമ്പോൾ ചുരുങ്ങും. Liquid to expand on heating. അതറിയാൻ വേണ്ടിയിട്ട് വേറൊരു പരീക്ഷണമാണ് ചെയ്യണത്. Keep a big injection. Take a big injection bottle filled with colored water. അപ്പോൾ ഒരു ഇഞ്ചക്ഷൻ ബോട്ടിൽ എടുക്കുകയാണ്, അതിലേക്ക് നമ്മൾ കളർ സൊല്യൂഷൻ ആഡ് ചെയ്യും. പിന്നെ ടേക്ക് എ സ്മോൾ ഹോൾ ഇൻ ദ റബ്ബർ ലിഡ്. അതിന്റെ അടപ്പിൽ എന്താ ചെയ്യുക? റബ്ബർ ലിഡ് ആണ്, അപ്പോൾ അതിൽ ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കി. റിമൂവ് ദ മെറ്റാലിക് പോർഷൻ ഓഫ് എം ടി പെൻ. ഒരു പേനയുടെ മുകളിലത്തെ ഭാഗം മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? റീഫിൽ ആൻഡ് ഫിക്സ് ഇറ്റ് ഇൻ ദ ഹോൾ. ആ ഹോളിന്റെ ഉള്ളിലേക്ക് കടത്തിവിടും. കീപ് ദിസ് ബോട്ടിൽ പാർഷ്യലി ഇമേഴ്സ്ഡ് ഇൻ എ വെസൽ കണ്ടെയ്നിങ് ഹോട്ട് വാട്ടർ. എന്നിട്ട് അത് ചൂടായ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ ഇട്ടുവെക്കും. വാട്ട് ഡസ് ദ കളേഴ്സ് കം ഔട്ട് ഓഫ് ദ ഇഞ്ചക്ഷൻ ബോട്ടിൽ? റിമൂവ് ദ ബോട്ടിൽ ഫ്രം ഹോട്ട് വാട്ടർ ആൻഡ് ലെറ്റ് ഇറ്റ് കൂൾ ഫോർ സം ടൈം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ ബോട്ടിൽ റിമൂവ് ദ ബോട്ടിൽ ഫ്രം ഹോട്ട് വാട്ടറിന് അത് മാറ്റിയിട്ട് അതിനെ തണുക്കാൻ അനുവദിക്കുക. ഈസ് ദർ എനി ചേഞ്ച് ഇൻ ദ ലിക്വിഡ് ലെവൽ ഇൻ ദ റീഫിൽ? അപ്പോൾ ആ റീഫിലിൽ എന്തെങ്കിലും ലിക്വിഡ് ലെവലിൽ എന്തെങ്കിലും മാറ്റം കാണുന്നുണ്ടോ? റെക്കോർഡ് ദി ഡിഫറൻസ് മെയ്ഡ് ഫ്രം ദ ഒബ്സർവേഷൻസ്. ലിക്വിഡ് എക്സ്പാൻഡ് ഓൺ ഹീറ്റിംഗ് ആൻഡ് ദേ കോൺട്രാക്ട് ഓൺ കൂളിംഗ് അല്ലെ? ചൂടാക്കുന്ന സമയത്ത് ലിക്വിഡ് എന്ത് ചെയ്യും? വികസിക്കും. തണുക്കുന്ന എക്സ്പാൻഡ് ആൻഡ് കോൺട്രാക്ട് ഓൺ കൂളിംഗ്, സങ്കോചിക്കും അല്ലെ? എപ്പോ? ഓൺ കൂൾ ചെയ്യണ സമയത്ത്. മെഷറിംഗ് ടെമ്പറേച്ചർ. ദ ലബോറട്ടറി തെർമോമീറ്റർ ആൻഡ് ക്ലിനിക്കൽ തെർമോമീറ്റർ വർക്ക് ഓൺ ദ ബേസിസ് ഓഫ് ദ എബിലിറ്റി ഓഫ് ലിക്വിഡ് ടു എക്സ്പാൻഡ് ആൻഡ് കോൺട്രാക്ട്. Let us familiarize ourselves with this two type of thermometer. ഏതൊക്കെയാ അത്? 2 ടൈപ്പ് ഉള്ളതുണ്ട് അല്ലെ? ക്ലിനിക്കൽ തെർമോമീറ്ററും ലബോറട്ടറി തെർമോമീറ്റർ. The bulb at the end of the thermometer contain mercury. There is a narrow vacuum tube adjacent to the bulb. അപ്പോൾ ബൾബ് എന്ത് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്? മെർക്കുറി കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു നാരോ ട്യൂബ് അതിന്റെ ഉള്ളിലുണ്ട് അല്ലെ? മെഷർമെന്റ് ആർ മാർക്ക്ഡ് ഓൺ ദ ട്യൂബ്. ആ ട്യൂബിൽ മെഷർമെന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. പ്ലേസ് ദ ക്ലിനിക്കൽ തെർമോമീറ്റർ അറ്റ് ദ ഹുക്ക് ഓഫ് ദ എൽബോ ആൻഡ് ചെക്ക് ദ ബോഡി ടെമ്പറേച്ചർ. എൽബോയുടെ ഹുക്കിൽ വെക്കുമ്പോൾ നമുക്ക് എന്താണ്? ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ പറ്റും. Wouldn't you record the temperature? അപ്പോൾ ടെമ്പറേച്ചർ റീഡ് ചെയ്യാൻ പറ്റും. Examine the expansion and contraction of mercury in a laboratory thermometer അല്ലെ? നമ്മൾ എന്താ ചെയ്യേണ്ടത്? എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് മെർക്കുറി. മെർക്കുറിയുടെ താഴ്ചയും ഉയർച്ചയും നമുക്ക് അതിൽ കാണാൻ പറ്റും. ഫസ്റ്റ് ഹോട്ട് വാട്ടറും പിന്നെ എന്തിലാണ്? കോൾഡ് വാട്ടറും. Write down the working principle of thermometer in your science diary. Thermometers. Unlike the laboratory thermometer, there is a narrow portion above the mercury bulb. In a clinical thermometer is designed only to measure body temperature. Clinical thermometer എന്തിനുള്ളതാണ്? ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്യാനുള്ളതാണ്. Laboratory thermometer is used to measure temperature below 200. Laboratory thermometer used to measure temperature below 200 degrees Celsius. Thermal expansion in gases.
ഫിക്സ് എ പ്ലാസ്റ്റിക് ട്യൂബ് ഇൻ ദ ലിഡ് ഓഫ് എൻ അല്ലേ. അപ്പൊ നമ്മളൊരു ബീക്കർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒരു ബോട്ടിൽ വെച്ചിട്ടുണ്ട്. ആ ബോട്ടിൽ ഒരു റബ്ബർ കോർക്ക് വെച്ചിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതിലെ ഉള്ളിലേക്ക് ഒരു നമ്മൾ ഒരു ലോങ് പൈപ്പ് ട്യൂബ് ഇമേഴ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. ഫ്രീ ആൻഡ് ഇമേഴ്സ് ഫ്രീ എൻഡ് ഓഫ് ദ ട്യൂബ് ഇൻ ടു വാട്ടർ ടേക്കൺ ഇൻ എ വെസൽ. വേറൊരു വെസലിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ ഇമേഴ്സ് ചെയ്തിട്ടുണ്ട്. കീപ് ദ ബോട്ടിൽ പാർഷ്യലി ഇമേഴ്സ്ഡ് ഇൻ അല്ലേ. ഈ ബോട്ടിൽ നമ്മൾ എന്തിലേക്കാണ് ഇമേഴ്സ് ചെയ്തിരിക്കുന്നത്? ഹോട്ട് വാട്ടറിലേക്ക് ഇമേഴ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വാട്ട് യു ഒബ്സർവ് വൈ ഡു ബബിൾസ് കം ഔട്ട് ത്രൂ വാട്ടർ? എന്തുകൊണ്ടാണ് ഈ ബബിൾസ് വെള്ളത്തിൽ കൂടെ പൊന്തി വരുന്നത്? ഗ്യാസസ് എക്സ്പാൻഡ് ഓൺ ഹീറ്റിംഗ് ആൻഡ് കോൺട്രാക്ട് ഓൺ കൂളിംഗ് അല്ലെ. ഗ്യാസ് എന്ത് ചെയ്യും? വികസിക്കും. ഹീറ്റ് ചെയ്യുമ്പോൾ, കൂൾ ചെയ്യുമ്പോൾ അത് സങ്കോചിക്കും. തെർമൽ എക്സ്പാൻഷൻ ഇൻ ഡെയിലി ലൈഫ്. നമ്മുടെ ഡെയിലി ലൈഫിൽ എങ്ങനെയാണ് ഈ തെർമൽ എക്സ്പാൻഷൻ കാണുന്നത്? സം സിറ്റുവേഷൻ ഡെയിലി ലൈഫ് ആർ ഗിവൺ ബിലോ. ചില സിറ്റുവേഷനിൽ നമ്മുടെ ഇതിൽ നടക്കുന്ന ചില സിറ്റുവേഷൻസ് ആണിത്. എന്തൊക്കെയാത്? എക്സ്പ്ലെയിൻ ദ ബേസിസ് ഓൺ ദ തെർമൽ എക്സ്പാൻഷൻ. എയർ ഹോൾസ് ആർ മെയ്ഡ് നിയർ ദ സീലിംഗ് ഇൻ റൂംസ് അല്ലേ. നമ്മുടെ റൂമിലൊക്കെ എന്തുണ്ട്? ചെറിയ ചെറിയ ഹോൾസ് വെച്ചിട്ടുണ്ട്, എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് ചെറിയ ഹോൾസ് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ലോങ് ബ്രിഡ്ജസ് ആർ കൺസ്ട്രക്റ്റഡ് ആസ് ഡിഫറെന്റ് സ്പാൻസ്. Then hot water is poured into separate two plates. They are that are stuck together. Two plates അല്ലേ, രണ്ട് പ്ലേറ്റ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കും. വിൻഡ്. ഒബ്സർവ് ദ പിക്ചർ. ഡസ് ദ വിൻഡ് ബ്ലോ ടു ദ ലാൻഡ് ഓർ ടു ദ സീ? കാറ്റ് എവിടെ നിന്നാണ്? കരയ്ക്കാണോ അടിക്കുക അതോ കടലേക്കാണോ അടിക്കുക? വിൻഡ് ബ്ലോസ് ഫ്രം സീ ടു ലാൻഡ് ഡ്യൂറിംഗ് ദ ഡേ. പകൽ സമയത്ത് എന്താണ്? കടലിൽ നിന്ന് കരയിലേക്കാണ് കാറ്റടിക്കുന്നത്. Which is hotter during daytime, the air above the sea or the air above land? Where does the heat air move to? ഇതൊക്കെയാണ് നമുക്ക് ആൻസർ ചെയ്യേണ്ടത് അല്ലേ. Don't see and let and land get heat from the sun alike. രണ്ടുപേർക്കും ഒരേ അളവിൽ തന്നെയാണ് ചൂട് ലഭിക്കുന്നത്. But the ability to observe heat is different. പക്ഷെ എന്താണ്? ചൂട് ആഗിരണം ചെയ്യാനുള്ള കഴിവ് ആർക്കാണ്? ലാൻഡിനാണ് അല്ലേ. പകൽ സമയത്ത് കര വേഗം ചൂട് പിടിക്കും. Land get heated fast by the heat of the sun, while sea water get heated slowly. കടൽ വെള്ളത്തിനാണെങ്കിലോ അത് മെല്ലയെ ചൂട് അബ്സോർബ് ചെയ്യുള്ളൂ. എയർ എബവ് ലാൻഡ് ഗെറ്റ് ഹീറ്റഡ് ആൻഡ് റൈസസ് അപ്പ് അല്ലേ. എയർ എബവ് ലാൻഡ്, കരയിലുള്ളതാണെങ്കിലോ അത് പെട്ടെന്ന് ചൂടാവുകയും റൈസ് ചെയ്യുകയും ചെയ്യും. ദ ലെസ് ഹീറ്റഡ് എയർ ഫ്രം സീ റഷസ് ടു ദ ലാൻഡ് അറ്റ് ദിസ് ടൈം. അപ്പൊ കുറച്ച് ഹീറ്റ്, ലെസ് ഹീറ്റഡ് എയർ ഫ്രം സീ, ഹീറ്റഡ് എയർ ഫ്രം സീ റഷസ് ടു ദ ലാൻഡ് അറ്റ് ദാറ്റ് ടൈം. ദിസ് ഈസ് സീ ബ്രീസ്. അപ്പൊ കടലിൽ നിന്ന് കരയിലേക്ക് ഈ കാറ്റ് വീശും, അതാണ് ഇതെന്ത്? സീ ബ്രീസ്, കടൽക്കാറ്റ്. വിച്ച് ഇസ് ഹോട്ടർ അറ്റ് നൈറ്റ്, ദ എയർ അബവ് ലാൻഡ് ഓർ അബവ് സീ? ഹോട്ടർ ആയത് ഏതാണ്? ഇൻ വിച്ച് ഡയറക്ഷൻ ദ വിൻഡ് ബ്ലോ? ലാൻഡ് ഗെറ്റ് കൂൾഡ് ഫാസ്റ്റ് അറ്റ് നൈറ്റ്. രാത്രി സമയത്താണെങ്കിൽ നമ്മൾ പകൽ എന്താ പറഞ്ഞ ലാൻഡ് ആണ് പെട്ടെന്ന് ചൂട് പിടിക്കുക, രാത്രിയാണെങ്കിൽ പെട്ടെന്ന് തണുപ്പ് പിടിക്കുന്നത് എന്താണ്? ലാൻഡ് തന്നെയാണ്. സീ ഗെറ്റ് കൂൾഡ് സ്ലോലി. കടലാണെങ്കിൽ മെല്ലയെ തണുക്കുള്ളൂ. ഹെൻസ് എയർ അബവ് ദ സീ വിൽ എക്സ്പാൻഡ് മോർ ദാൻ ദ എയർ അബവ് ദ ലാൻഡ് റൈസസ് അപ്പ്. അപ്പൊ എന്താണ്? സീ വിൽ എക്സ്പാൻഡ് മോർ ദാൻ എയർ അബവ് ദ ലാൻഡ് റൈസസ് അപ്പ്. ചൂട് ആദ്യം ഏതിലേക്കാണ് പിടിച്ചിട്ടുണ്ടായിരുന്നത്? ലാൻഡിലാണ്. തണുക്കുന്നതും ആദ്യം ഏതിൽ തന്നെയാണ്? കരയിൽ തന്നെയാണ്. കടലിലാണെങ്കിൽ നേരെ തിരിച്ച്. ദിസ് ഈസ് കോൾഡ് then the air above the land will blow to the sea. അപ്പൊ കരയിൽ നിന്നാണ് കടലിലേക്ക് കാറ്റ് വീശുക, അതിനെയാണ് എന്ത് പറയുക? കരക്കാറ്റ് എന്ന് പറയുക. Does wind blow only from land to sea or from sea to land? കരയിൽ നിന്ന് കടലിലേക്ക് മാത്രമാണോ അതോ കടലിൽ നിന്ന് കരയിലേക്ക് മാത്രമാണോ ഈ കാറ്റ് വീശാറുള്ളത്? ഡയറക്ഷൻ ഓഫ് വിൻഡ്, കാറ്റിന്റെ ദിശ നോക്കാം. Doesn't you know that the rays of the sun fall vertically most on the equatorial region? എല്ലായ്പ്പോഴും കാറ്റ് വെർട്ടിക്കൽ ആയിട്ട് തന്നെയല്ലേ ഫ്ലോ ചെയ്യുന്നത്. നമുക്ക് കുറച്ച് സോൺസ് ഇവിടെ തന്നിട്ടുണ്ട്. ഏതൊക്കെയാ? ഫ്രിജിഡ് സോൺ, ടെമ്പറേറ്റ് സോൺ, ടോറിഡ് സോൺ, then temperate and frigid. When the rays of the sun fall vertically on the equatorial region, it is completely temperate സോണിൽ എന്താണ്? കംപ്ലീറ്റ്ലി ലെസ് ഹോട്ട് എയർ അല്ലേ. അപ്പൊ വിൻഡ് ഫ്ലോ ചെയ്യും ഇക്വറ്റോറിയൽ റീജിയനിലേക്ക്, അപ്പോൾ ഹോട്ട് എയർ റൈസിങ് അപ്പ്. അതേപോലെ ടെമ്പറേച്ചർ സോണിന് വിൻഡ് ഫ്ലോ ചെയ്യുമ്പോഴും ഇക്വറ്റോറിയൽ റീജിയനിലേക്ക് തന്നെയാണ് എത്തുക, ഹോട്ട് എയർ റൈസിങ് അപ്പ്, കമ്പാരിറ്റീവ്ലി ലെസ് ഹോട്ട് എയർ. Why does the wind blow from north and south to the equatorial region? എന്തുകൊണ്ടാണ് കാറ്റ് അല്ലെ നോർത്ത് വടക്കുന്നും തെക്കുന്നൊക്കെ കാറ്റ് വീശിക്കൊണ്ടിരിക്കുക? How does the wind becomes useful to us? എങ്ങനെയാണ് ഈ കാറ്റ് നമുക്ക് ഉപകാരമാവുക? Isn't the wind that brings rain clouds? അപ്പൊ ഇതന്നെയല്ലേ മേഘങ്ങൾ കൊണ്ടുവരുന്നത്? Does the wind play a vital role in regulating the temperature of a region? അപ്പൊ എന്താണ്? വിൻഡ് പ്ലേ എ വൈറ്റൽ റോൾ അല്ലെ. കാറ്റ് എന്തെങ്കിലും ഈ മഴ കൊണ്ടുവരുന്നതിൽ എന്തെങ്കിലും ഒരു റോള് പ്ലേ ചെയ്യുന്നുണ്ടോ? Does the ordinary wind bring any harm? അല്ലെ, ചെറിയ കാറ്റ് എന്തെങ്കിലും അപകടം ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ ചുഴലിക്കാറ്റ്, സൈക്ലോൺ അങ്ങനത്തെ ഇതിലേക്കാണ് കലാമിറ്റീസ് ഉണ്ടാവുക. What are the damage caused by? എന്തൊക്കെ അപകടങ്ങളാണ് വിൻഡ് ഉണ്ടാക്കുന്നത് അല്ലെ? കുറെ കാഴ്ചകളൊക്കെ നമ്മൾ ഇവിടെ കണ്ടില്ലേ, അതൊക്കെ നിങ്ങൾ എഴുതുക. Wind and rain. It is dangerous to stand under a tall tree when there is heavy rain അല്ലെ.
ഒരു വലിയ മരത്തിന്റെ ചോട്ടിൽ നല്ല കാറ്റ് മഴയുള്ളപ്പോൾ നിൽക്കാൻ പാടില്ല. കാരണം ഏത് ഡയറക്ഷനിലേക്കാണോ അത് വീശുന്നത് അത്ര ആഞ്ഞു വീശുമ്പോൾ എന്താവും, ആ മരം പിഴുത് മറിഞ്ഞ് വീഴും. വാട്ട് എ സ്പെഷ്യൽ വെതർ കാസ്റ്റ് വാർണിംഗ്സ്. ഇതേപോലെ തന്നെ ഫിഷർമാനും നമ്മൾ കുറെ വെതർ കാസ്റ്റ് വാർണിംഗ്സ് ഒക്കെ പ്രൊഡിക്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് അല്ലെ. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് പഠിച്ചത്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ, താങ്ക് യു.